ഇന്ന് ഞാനും എന്റെ കുറച്ച് പൊട്ട പിള്ളേരും കൊണ്ട് ചിമ്മിനി ഡാം കാണാൻ വന്നിരിക്കണം. നമ്മൾ അവിടെ എത്തി ആദ്യം കാണുന്നത് തന്നെ ആ പമ്പരം പോലെ കറങ്ങുന്ന സാധനമാണ്. നമ്മൾക്കതിൽ കയറണമെന്നുണ്ട്, ബട്ട് 5 പേര് പ്ലസ് ഒരു ഡ്രൈവറും ഉണ്ട്. ഡ്രൈവർ കൂടെ വരും. നമ്മൾക്ക് പിന്നെ വേറെ ഡ്രൈവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. ഈ നനഞ്ഞ കോഴിയെ പോലെ വെള്ളത്തിൽ കളിക്കുന്നതാണ് ഞാൻ. ഇതൊക്കെ ക്യാമറകൾ പുറകിൽ നിൽക്കുന്നവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. മഴയത്ത് കഴപ്പ് മൂത്ത് ഷൂ ഇട്ട് വന്ന് അതെടുത്ത് ബാഗിലിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. പിന്നെ ഈ വ്യൂ ഒക്കെ കണ്ടു നടക്കുമ്പോൾ ഷൂവിന്റെ കാര്യം ചിന്തിക്കുന്ന പോലുമില്ല. ഇനിയിപ്പോ അങ്ങനെ പറയാലോ. അവിടുത്തെ വ്യൂ നോക്കി നിൽക്കുമ്പോഴാണ് രമണന്റെ ബോട്ട് വരുന്നത് പോലെ ആ കൊട്ടവഞ്ചി ഇങ്ങോട്ട് വരുന്നത്. എവിടെ എന്ത് കണ്ടാലും വലിഞ്ഞങ്ങ് കയറണം. ഇതൊക്കെയാണ് ഇപ്പത്തെ ഒരു ഹരം. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് താഴെ എത്തി. എന്നാലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇവർ അടങ്ങും. എനിക്ക് വ്ളോഗിനില്ലതോ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അവിടുത്തെ അലമ്പൊക്കെ കഴിയുമ്പോഴാണ് ഇതിന്റെ തൊട്ട് താഴെ ഈ ഡാം പണിയുമ്പോൾ ഉപയോഗിച്ച വണ്ടിയെല്ലാം കട്ടപ്പുറത്തുണ്ടെന്ന് അറിയുന്നത്. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ വണ്ടി കാണുമ്പോഴേക്കും എല്ലാം അതിലേക്ക് വലിഞ്ഞു കയറി. എന്നാ പിന്നെ ഞാനായിട്ട് കുറക്കണ്ടല്ലെന്ന് വിചാരിച്ച് ഞാനൊന്ന് ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോസ്റ്റ് ഹൗസ് ഫീൽ ചെയ്തിരുന്ന ഒരു ബിൽഡിംഗ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഈ ഡാം പണിത എഞ്ചിനീയർമാരൊക്കെ താമസിച്ചിട്ടുണ്ടാവുക. ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത്. അങ്ങനെ നമ്മൾ സമയം കളണ്ട് ഡാമിനോട് ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഓക്കെ ബൈ.